റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളുടെ മുന്നിൽ വെച്ച് ഒരു കളം വരച്ചു. കളം വരച്ചിട്ട് ആ കളത്തിൻ്റെ നടുവിൽ തുടങ്ങി ആ കളത്തിൻ്റെ അതിരും വിട്ട് പുറത്തേക്ക് നീണ്ടുപോകുന്ന ഒരു വരയും വരച്ചു. ഒരു കളം, ആ കളത്തിൻ്റെ നടുവിലൂടെ ഒരു വര, ആ വര കളവും വിട്ട് അതിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നടുവിലൂടെ പോകുന്ന ഈ വരയുടെ രണ്ട് സൈഡിലും കുറേ ചെറിയ ചെറിയ വരകൾ വരച്ചു. എന്നിട്ട് വലിയൊരു പാഠം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ഈ ആദ്യം ഞാൻ വരച്ച കളം ഒരു മനുഷ്യൻ്റെ ആയുസ്സാണ്, അത്ര കാലം ഇയാൾ ജീവിക്കും. അതിൻ്റെയും അപ്പുറത്തേക്ക് നീണ്ടുപോകുന്ന ഒരു വരയുണ്ടല്ലോ, അത് മനുഷ്യൻ്റെ ഈ ലോകത്തെ ആഗ്രഹങ്ങളാണ്. അവൻ ഒരുപാട് നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ സൈഡിൽ ഞാൻ വരച്ച ചെറിയ ചെറിയ വരകളുണ്ടല്ലോ, അത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ പ്രതിസന്ധികളാണ്. ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോൾ ഒരു പ്രയാസം വന്നു ചേരുന്നു, അതിൻ്റെ പിറകെ ഓടുന്നു. അതൊന്ന് തീർത്തിട്ട് ഇനി ലക്ഷ്യത്തിലേക്ക് കുതിക്കാമെന്ന് വിചാരിക്കുമ്പോൾ മറ്റൊന്ന് വന്നു ചേരുന്നു. പിന്നെ അത് പരിഹരിക്കുക, അത് പരിഹരിച്ച് തീർന്ന് വീണ്ടും ലക്ഷ്യം വെക്കാൻ തുടങ്ങുമ്പോഴേക്ക് മൂന്നാമതൊന്ന് വരികയാണ്. ഇങ്ങനെ മനുഷ്യൻ സ്വപ്നങ്ങൾ കാണുന്നു, വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നത്തെ എത്തിപ്പിടിക്കാനുള്ള പ്രതീക്ഷയിൽ മനുഷ്യൻ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു, വളരെ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ചെയ്യാൻ വിചാരിക്കുമ്പോഴെല്ലാം ഉപ്പാക്ക് സുഖമില്ല, അതിൻ്റെ പിറകിലായി കുറച്ച്. അത് കഴിഞ്ഞു വേറെ ആർക്കെങ്കിലും അസുഖം, അല്ലെങ്കിൽ തനിക്ക് തന്നെ അസുഖം. ഇങ്ങനെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നത്തിൻ്റെ നടുവിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സ്വപ്നങ്ങൾ നെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ ജീവിത പ്രയാസങ്ങൾ തീർത്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ സ്വപ്നം സ്വപ്നമായി മാത്രം അവശേഷിക്കുന്നു. പലപ്പോഴും മനുഷ്യന് ലക്ഷ്യത്തിലെത്താനേ കഴിയുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കൃത്യമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തരുന്നത്. പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വളരാൻ കഴിയുന്നവർ എത്ര പേർ? അപൂർവം ചില മനുഷ്യർക്ക് മാത്രമാണ് അത് സാധിക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യൻ. ആ പരിഹാരത്തിൻ്റെ ഇടയിൽ, പരിഹാരത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അവൻ ഈ ലോകത്ത് നിന്ന് തന്നെ പോകും. റസൂൽ അങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്. അവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് ഈ ലോകത്ത് തന്നെ പോകും. സ്വപ്നങ്ങൾ ഇവിടെ ബാക്കിയാവുകയും ചെയ്യും. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതം സ്വപ്നങ്ങളാണ്, അതിൻ്റെ ഇടയിലെ പ്രശ്നങ്ങളാണ്, പ്രശ്നപരിഹാരത്തിനുള്ള നിരന്തരമായ അധ്വാനമാണ്. ആ അധ്വാനത്തിൻ്റെ വഴിയിൽ എന്നോ അവസാനിച്ചു പോകുന്ന ഒരു ജീവിതവും